പാഠം 983 ഒരു സിനിമാ കഥ. നമസ്കാരം വക്കീലെ. നമസ്കാരം. എന്താ രാജപ്പ ചേട്ടാ? മോഹനേട്ട സാറിനെ ഒന്ന് കാണാമെന്നതാ. ഓ, മോഹനേട്ട എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. രാജപ്പ ചേട്ടാ നിൽക്കാം, ഞാൻ വിളിക്കാം. നടക്കില്ല എന്ന് പറഞ്ഞാൽ പ്രഭാപൂരിതമായ ഇങ്ങനെ നിന്നുകൊണ്ട് തിരിഞ്ഞ് ഇതെന്ത് ഭ്രാന്താണ്? അങ്ങനെ എഴുതാം. സ്വപ്നലോകത്തേക്ക് കർണാനന്ദകരമായ മധുര ശബ്ദത്തോടെ അവൾ മൊഴിഞ്ഞു. മോഹനേട്ടാ, എന്താ ഇത്? മോഹനേട്ട എന്താ ചെയ്തോണ്ടിരിക്കുന്നെന്ന്? എനിക്കൊരു ജോലിയുണ്ട്. ഇങ്ങനെയാണ് ജോലി ചെയ്യണത്? നീ എന്നെ ശല്യപ്പെടുത്താൻ പോകുന്നുണ്ട് ബാബേ. ആ പാലക്കുതിര രാജപ്പ ചേട്ടൻ വന്നിരിക്കുന്നു. എന്തിന്? എനിക്ക് അറിഞ്ഞൂടാ. മോഹനേട്ടനെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായ തിരക്കിലാണെന്ന് പറയും. മോഹനേട്ടനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇത്ര വലിയ തിരക്കാണെങ്കിൽ മോഹനേട്ട തന്നെ അങ്ങ് പോയി പറ. എന്തൊരു ശല്യമാണിത്. ജോലിയെ സമ്മതിക്കില്ലെന്ന് വെച്ചാ. എന്താണ് പരിപാടി? ഇത് നിനക്ക് വായിക്കാനുള്ളതല്ല. അല്ല, അതെന്താ? ഞാൻ നോക്കട്ടെ. അതെന്തായിരിക്കും? നമസ്കാരം സാർ. നമസ്കാരം. എന്താ രാജപ്പ ചേട്ടാ രാവിലെ? ആ LP സ്കൂളിന്റെ പുറകെ എനിക്കൊരു 18 സെന്റ് ഭൂമിയുള്ളത് സാറിന് അറിയാലോ. മക്കൾക്ക് രണ്ടുപേർക്കുമായി അത് എഴുതി കൊടുക്കണം. സാറിന് സമയമുള്ളപ്പോ അതൊന്ന് അളന്ന് തിരിച്ചു തരാമോ? സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ 4-5 ദിവസത്തേക്ക് ഭയങ്കരമായ തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞ് മതിയെങ്കിൽ നോക്കാം. സാറിന്റെ ഇഷ്ടം പോലെ. ശരി, ഒരു കാര്യം ചെയ്യാം. അടുത്ത ഞായറാഴ്ച നോക്കാം. ഓ മതി സാർ. രാജപ്പൻ ചേട്ടാ, ഒരു നിമിഷം ഇവിടെ വരൂ. രാജപ്പൻ ചേട്ടൻ സിനിമകൾ കാണാറുണ്ടോ? കാണാറുണ്ടോന്ന് ചോദിച്ചാ വല്ലപ്പോഴും TV വരുമ്പോ കാണും. സിനിമയെ പറ്റി രാജപ്പൻ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ചോദിച്ചാ അല്ല, ഈ സിനിമയ്ക്കൊക്കെ കഥ എഴുതുന്നവരെ പറ്റി എന്താണ് അഭിപ്രായം? എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല സാർ. മക്കള് രണ്ടും സിനിമയൊക്കെ കാണും. അവരോട് ചോദിച്ചാ അറിയാം. അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഓ ശരി സാർ, പോയി വരൂ. അതെ, ഇതെന്താണ് ഇപ്പൊ ഒരു സിനിമാ കാര്യം? നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കുന്നു. ഇപ്പൊ അത്ര മാത്രം അറിഞ്ഞാൽ മതി. അല്ല, ഇതെന്താ? ഒന്ന് അയാൾ ഇതെന്താണ് ഇപ്പൊ പുതിയ പുകല്? അതെ മോനട്ടാ, അതെ ഒന്ന് പറ, ഇതെന്താ മോനട്ടാ? തൽക്കാലം നീ ഇതറിയണ്ട. ഞാനറിയാത്ത എന്ത് കാര്യം മോനട്ടുള്ളത്? ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ മാറി മറിയാൻ പോവുകയാണ്. ഹമേ, എന്താ? നീ വിചാരിക്കുന്ന പോലെ അത്ര ചെറിയ ആളല്ല മോഹനേഷ സാർ എന്ന് നീ മനസ്സിലാക്കി വരാൻ പോവുകയാണ്. മോളച്ചേട്ടാ, അത് കാര്യം പറഞ്ഞോ? ഞാൻ പറഞ്ഞു, നീ അതറിയില്ല. എന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരുമ്പോ നിനക്കത് മനസ്സിലാകും. മോഹനേട്ടന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരുന്നു. എന്തിന്? ആദ്യം കണ്ടാ മതി.
ഞാൻ പറയുന്ന ഒരേ ഒരു വാചകം മാത്രം നീ ഓർത്തു വെച്ചാൽ മതി. മോഹനകൃഷ്ണ സാർ, നീ വിചാരിക്കുന്ന പോലെ ചെറിയൊരാളെയല്ല. വക്കീലേ, ഉത്തരം വിളിക്കുന്നത് നിന്നെയാണ്. ചെല്ല്. അല്ല ഇത് നമസ്കാരം വക്കീലേ. സുലൈമാനിക്ക് തന്നുവിട്ട പൈസയാണ്. കേസിന്റെ പൈസ കൃത്യമായിട്ട് വാങ്ങിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അത്ര കൃത്യമായിട്ട് പാലിച്ചെന്ന് പറയാൻ പറ്റില്ലല്ലോ ഉത്തമ. കേസ് വിധിയായിട്ട് മാസം 1 കഴിഞ്ഞു. അത് പിന്നെ ആകപ്പാട മൊത്തത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ. അതിന്റെ ഭാഗമായി ചെറിയൊരു താമസം, അത്രേ ഉള്ളൂ വക്കീലേ. അല്ല, സാറെവിടെ പോയി? സാറിന് വട്ടായെന്നൊരു ചെറിയ സംശയം ഉണ്ട്. സാറിന് വട്ടായോന്നൊരു സംശയം ഉണ്ടെന്ന്. രാവിലെ മുതൽ കുത്തിപ്പിടിച്ചിരുന്ന് എന്തോ എഴുതുന്ന കണ്ടപ്പോ ഞാൻ കരുതി എന്തോ ആഫീസ് കാര്യമാണെന്ന്. പക്ഷെ അതല്ല ഉത്തമ. അതല്ലേ പിന്നെന്ത്? അത് ചോദിച്ചിട്ട് പറയണ്ടേ. സാധാരണ എഴുത്ത് പോലുള്ള ഒരു എഴുത്തല്ലത്, ഒരു പ്രത്യേക തരത്തിലുള്ള എഴുത്താണ്. മോഹനട്ടൻ ചെറിയ പുള്ളിയല്ലാന്ന് ഞാൻ ഉടനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അതെന്താണ് വക്കീല സംഭവം? മട്ടും ഭാവവും കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ളവർ തോന്നുന്നുണ്ട്. കുറച്ചേരം കൂടെ നമുക്ക് നോക്കാം. സംഗതി കൂടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ ഉത്തമനെ വിളിച്ചേക്കും. അപ്പൊ ഒരു കാറും വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരണം. മെഡിക്കൽ കോളേജിൽ ഒരു നല്ല വട്ടിന്റെ ഡോക്ടർ ഉണ്ടെന്ന് വിദ്യാലക്ഷ്മി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നു. എന്തോ ഉണ്ടല്ലോ, അതെന്തായിരിക്കും? സാർ ഇവിടെ ഉണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞ സാർ എന്തോ ഭയങ്കര തിരക്കിലാണെന്ന്. അവൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഉത്തമനും ഭാമയും ഒക്കെ ഞെട്ടാൻ പോവുകയാണ്. എന്താ സാറേ പ്രശ്നം? ഇപ്പോ നിങ്ങൾ എന്നെ അറിയുന്നത് എങ്ങനെയാ? എന്ന നിലയിൽ മാത്രമാണ്. പക്ഷേ ഭാവിയിൽ നിങ്ങളൊക്കെ എന്നെ അറിയാൻ പോകുന്നത് വേറെ പല രീതിയിലുമായിരിക്കും. അത് പിന്നെ അങ്ങനെയാണല്ലോ. സാറിന് തഹസീൽദാരാവും, ഡെപ്യൂട്ടി കളക്ടറാവും, കളക്ടറാവും, പിന്നെ അതൊക്കെ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതൊന്നുമല്ല. പിന്നെന്താണ് സാറേ? ഉത്തമൻ സിനിമ കാണാറുണ്ടോ? ഓ, വല്ലപ്പോഴേക്കൊക്കെ കാണും. സിനിമക്കാരെ ആരെങ്കിലും ഉത്തമന് പരിചയമുണ്ടോ? ഓ, എനിക്ക് അങ്ങനെ പരിചയമൊന്നുമില്ല സാറേ. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരെ. സിനിമാക്കാരെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിലോ ചെന്നൈയിലോ ഒക്കെ പോണ്ടേ. ഇപ്പൊ അങ്ങനെ പോണം. പക്ഷേ കുറച്ച് നാൾ കൂടി കഴിഞ്ഞപ്പോ അതിന്റെ ആവശ്യം വരില്ല. ആളുകൾ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു സിനിമാക്കാരൻ ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. അതൊരു കണ്ണു തുറന്നു നോക്ക്. കണ്ണു തുറന്നു നോക്കൂ. എവിടെ എവിടെ നോക്കുന്നേ? കാണുന്നില്ലേ? കാണുന്നുണ്ട് സാറിനെ. ഉത്തമൻ ഇപ്പൊ കാണുന്ന ഈ ഞാൻ വലിയ താമസമില്ലാതെ ഒരു ഭയങ്കരനായ സിനിമക്കാരനാകാൻ പോവുകയാണ്. സാറാ? ഉത്തമന് കോയിക്കലെ ശേഖരൻകുട്ടി അറിയാമോ? പിന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ അവൻ സിനിമ പഠിക്കാൻ വേണ്ടി പോയതിനു ശേഷം കാണാനും ഇല്ല. അവനിപ്പോ വലിയ സിനിമാ സംവിധായകനാണെന്നാണ് കേട്ടത്. കൊച്ചിയിലെ കണ്ടാണ് താമസം. ശേഖരൻകുട്ടിയുടെ താമസം കൊച്ചിയിലാണ്. ആ വലിയ സിനിമാക്കാരൻ ശേഖരൻകുട്ടി എന്നെ കാണാൻ ഈ നാട്ടിൽ വന്നു. സാറിനെ കാണാനേട്ടാ? ഇന്നലെയാണ് സംഭവം. സത്യം പറയല്ലോ മോനേഷ സാറേ, സാറിന് ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈശ്വരനായിട്ടാ ഇപ്പൊ സാറിന് എന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നത്. ശേഖരൻകുട്ടി ഈ നാട്ടിൽ നിന്ന് പോയിട്ട് എത്ര കാലമായി? ഒരു 5-6 വർഷമായില്ലേ? പിന്നെ തിരക്കല്ലേ സാറേ. നമ്മൾ ഈ സിനിമാ രംഗത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും നേരം ഉണ്ടാവില്ല. എപ്പോഴും തിരക്കോട് തിരക്കാ. എന്റെ ചെറിയച്ഛൻ ദാ ആ വീട്ടിലാ താമസം. ഞാൻ ചെറിയച്ഛനെ കാണാൻ വർഷത്തിലൊരിക്കൽ വരാറുണ്ട്. ശേഖരൻകുട്ടി സിനിമാക്കാരനാണെന്ന് നാട്ടുകാരെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അധികം സിനിമ കാണാത്ത ആളായതുകൊണ്ട് ഏതൊക്കെ സിനിമയാണെന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല. ഒരുപാട് സിനിമകൾ. ഓഹോ. ഇപ്പോൾ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറാ. സ്വന്തമായി ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അതിനിടയിൽ മോഹനകൃഷ്ണ സാറിനെ കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്.
സാർ എനിക്കൊരു തിരക്കഥ എഴുതി തരാമോ? തിരക്കഥ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉള്ളുകളികളും ജീവൻ മരണ പ്രശ്നങ്ങളും കോർത്തിണക്കിയ ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും. സാറിന്റെ അത്ര അനുഭവമുള്ള വേറെ ആരുണ്ട് ഈ നാട്ടിൽ? അതില്ല. അത്തരം ജീവിതാനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു ഗംഭീര സിനിമ. ആ സിനിമ പുറത്തിറങ്ങിയാൽ പിന്നെ സാറ് വെറും ഒരു വില്ലേജ് ഓഫീസർ അല്ല, പിന്നെ ഈ സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തിരക്കഥാകൃത്തായിരിക്കും. പക്ഷെ എനിക്ക് തിരക്കഥയെന്ന് അങ്ങനെ എഴുതാൻ അറിയില്ല. അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. സാർ എഴുതാൻ തയ്യാറാണെങ്കിൽ ആ കാര്യം ഞാൻ ഏറ്റു. സാർ സിനിമയ്ക്ക് കഥ എഴുതാൻ പോവേണ? എന്താ സംശയം? റവന്യൂ വകുപ്പിന്റെ ഉള്ളുകളിലൂടെ ഊളിയിട്ടിറങ്ങുന്ന ഒരു സർവീസ് കഥ. ഷൂട്ടിംഗ് ഉടനെ ഉണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഭഗവാനെ, എനിക്ക് ഓരോ സാറ് സിനിമാക്കാരനാവണമെന്ന് വെച്ചാ സാറേ 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 ആര് സാറേ? നായകൻ മമ്മൂട്ടിയെ പോകല്ലേ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ആദ്യം കഥ എഴുതി തീരണമല്ലോ. അപ്പൊ ഉത്തരവിട്ടോളൂ. പിന്നെ ഈ കാര്യം തൽക്കാലം വേറെ ആരും പറയണ്ട. പത്രത്തിൽ വാർത്ത വരുമ്പോ ആൾക്കാർക്ക് ഞെട്ടട്ടെ. ഞെട്ടും. എന്ത് സാറേ, വെള്ളം വേണോ? വെള്ളം വേണോ? പിന്നെ എനിക്ക് കഥ എഴുതാൻ തോന്നുന്നു. കഥാപാത്രങ്ങൾ ജീവൻ വെച്ച് തുടങ്ങി. ആമേ, ഞാൻ കുറച്ചു നേരം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാൻ പോവുകയാണ്. അതിനിടയിൽ ദയവ് ചെയ്ത് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താൻ വരരുത്. ഒന്നിനും അങ്ങോട്ട് വരുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, എന്നെ കാണാൻ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല എന്നുകൂടി പറഞ്ഞേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ എന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജോലി ചെയ്യാനേ പറ്റില്ല. സത്യത്തിൽ ഇതൊരു വലിയ തപസ്സാണ്. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഞാൻ നീ വിചാരിച്ചതിനേക്കാളുമൊക്കെ അതിനേക്കാളുമൊക്കെ വലിയൊരാളാകാൻ പോവുകയാണ്. കഥാപാത്രം ഇനി എനിക്ക് എഴുതാതെ വയ്യ. എഴുതാൻ വെമ്പുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ അനിയൻ പറയാ ഒരു സിനിമയ്ക്ക് പോണോന്ന്. പക്ഷെ നല്ല സിനിമ വല്ലതും വേണ്ടേ? അവന് വേണ്ടത് അടിയിടിയുള്ള സിനിമയാ. എനിക്കാണെങ്കിൽ അത് കണ്ണെടുത്ത കണ്ടൂടാ. എനിക്കും സിനിമ കാണുകയാണെങ്കിൽ നല്ല കഥയുള്ള സിനിമ കാണണം. അങ്ങനെയുള്ള സിനിമയൊന്നും ഇപ്പൊ അധികം ഇല്ല. കഥയില്ലെങ്കിലും കുഴപ്പമില്ല കാഞ്ഞിന് സാറേ. നല്ല അടിപൊളി പാട്ടും പ്രേമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിരിക്കാൻ നല്ല രസാ. പ്രേമം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ സിനിമ? അത് പ്രൊഫസറിന്റെ പ്രായത്തിന്റെയാ. ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രേമത്തിന്റെ അസുഖമൊക്കെ തീരും, അല്ലേ കാഞ്ചന സാറേ? നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് എല്ലാവരും കൂടി ഇത്രയ്ക്കങ്ങ് ചിരിക്കാൻ? ഒന്നുമില്ല സാർ, ഞങ്ങളൊരു സിനിമയുടെ കാര്യം പറയായിരുന്നു. സിനിമ അങ്ങനെയൊന്നുമില്ല. എന്റെ അനിയന് ആക്ഷൻ പടങ്ങളാ ഇഷ്ടം. എനിക്കാണെങ്കിൽ അതൊന്ന് കണ്ണെടുത്താ കണ്ടൂടാ. നല്ല പാട്ടുള്ള സിനിമ വേണോന്ന് പറയായിരുന്നു. അയ്യോ, പാട്ട് മാത്രമല്ല പ്രേമവും വേണമെന്ന് പ്രഭ പറഞ്ഞു. കഷ്ടം. സിനിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നിങ്ങൾക്ക് കരുതിയിരിക്കുന്നത്? ഈ സിനിമയിലെ കാണും പോലെ പ്രേമിച്ചും പാട്ടും പാടി നടക്കുകയാണോ മനുഷ്യർ? റോഡിലൂടെ പാട്ടും പാടി പ്രേമിച്ച് നടക്കുന്ന ആരെങ്കിലും സ്വയം പ്രഭ ഇതുവരെ കണ്ടിട്ടുണ്ടോ? സിനിമ എന്ന് പറയുന്നത് ഒരു നേരം പോക്കല്ലേ സാർ? അത് ജീവിതത്തിൽ നടക്കുന്നതായിരിക്കണമെന്നുണ്ടോ? തീർച്ചയായും. എല്ലാ കലാരൂപങ്ങളും ആവിഷ്കരിക്കുന്നത് ജീവിതത്തെയാണ്. കാഞ്ചനയ്ക്ക് ഏത് തരം സിനിമയാണ് ഇഷ്ടം? അല്ല, നല്ല കഥയുള്ള സിനിമയായിരിക്കണം. സെന്റിമെന്റ്സ് ആണെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. ശിശുപാലൻ? കാശ് മുടക്കി സിനിമയ്ക്ക് പോയി കരയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? അല്ലെങ്കിൽ തന്നെ ജീവിതം ആകെ കഷ്ടപ്പാടാ. കാണാൻ പോകുന്ന സിനിമയിലും കഷ്ടപ്പാടാണെങ്കിൽ
അത് കാണാതിരിക്കുന്നല്ലേ നല്ലത്. എനിക്ക് നല്ല കോമഡി സിനിമയാ ഇഷ്ടം. 2-2.5 മണിക്കൂർ ഒന്നും അറിയാതിരുന്ന് ചിരിക്കാമല്ലോ. ആവശ്യത്തിൽ കൂടെ ചിരിക്കുന്നത് നല്ലതിനല്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് വെറുതെ ഇരുന്ന് ചിരിക്കാനല്ല. ഒരു സിനിമയാകുമ്പോൾ അതിനൊരു സന്ദേശമുണ്ടാകണം. സിനിമ കണ്ട് ആളുകൾക്ക് വിവരമുണ്ടാകണം. അവരുടെ തെറ്റുകൾ തിരുത്തണം. ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന സിനിമകളാണ് വേണ്ടത്. അങ്ങനെയൊക്കെയുള്ള സിനിമയുണ്ട് സാർ. ഭക്തകുചേല, ജീസസ്, ശ്രീരാമ വിജയം, സ്നാപക യോഹന്നാൻ, അതൊക്കെ അതുപോലത്തെ സിനിമകളാ. ഭക്തി സിനിമയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന സത്യം മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സിനിമ. അതുപോലത്തെ സിനിമയല്ലേ വേണ്ടത്? അതുപോലത്തെ സിനിമ ഉണ്ടായാൽ ആര് കാണാനാ സാർ? കാണാൻ ആളുകൾ ഉണ്ടാവും. നിങ്ങൾ നോക്കിയോ, ഞാൻ ഈ പറഞ്ഞ പോലൊരു സിനിമ ഉടനെ വരുന്നുണ്ട്. നിർബന്ധമാണെങ്കിൽ അതിന്റെ കഥ ഞാൻ വേണമെങ്കിൽ കുറച്ച് പറഞ്ഞുതരാം. ഒരു വില്ലേജ് ഓഫീസ്. അവിടെ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ. അയാൾ മാന്യനും സത്യസന്ധനും നാട്ടുകാരുടെ കണ്ണിലുണ്ണിയുമാണ്. കൈക്കൂലി വാങ്ങാനും അഴിമതിക്ക് കൂട്ടുനിൽക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തിനധികം സ്വന്തം സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിലൊന്നും വഴങ്ങിയിട്ടില്ല. നല്ല ബെസ്റ്റ് കഥ. അങ്ങനെ ബാക്കി ഞങ്ങൾക്ക് അറിയാം സാർ. എഴുതിക്കൊണ്ടിരിക്കുന്നേ. ഈ കഥ സിനിമയാക്കുമ്പോ സാറ് തന്നെ കണ്ടാ മതി. ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. അയ്യോ അങ്ങനെ അദ്ദേഹം സർ, താലൂക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള ഫയൽ ശരിയാക്കാനുണ്ട്. അയ്യോ കഥയും കേട്ടിരുന്ന ജോലി നടക്കില്ല. ഒരിക്കൽ അദ്ദേഹം തന്റെ ആ തണ്ടപ്പേര് രജിസ്റ്റർ എവിടെയാ? അകത്തുണ്ട്. അകത്തല്ലേ? അതിലൊരു കാര്യം നോക്കണായിരുന്നു. ജീവിത പല പ്രതിസന്ധി കണ്ട് സിദ്ധാർത്ഥ സാറിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ അതൊന്ന് എഴുതട്ടെ. സമയനിഷ്ഠയാണല്ലോ. അതെ 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 അതെ. എന്റെ വിദ്യേ, മോഹനേട്ടൻ ഇപ്പോഴും എന്നെ ശരിക്കങ്ങ് മനസ്സിലായിട്ടില്ല. എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായതോടെ ഞാൻ മോഹനേട്ടനുള്ള ചോദ്യം അങ്ങ് നിർത്തി. പകരം ഉത്തമനെ വിളിച്ചു. ആദ്യമൊന്നും ഉത്തമൻ പറയാൻ തയ്യാറായില്ല. പക്ഷെ ഒന്നങ്ങ് വരട്ടിപ്പോ സംഗതി അങ്ങ് പോന്നില്ലേ. പിന്നല്ലാതെ കഥ എന്താണെന്നും അറിയില്ല. പക്ഷെ മോഹനേട്ടൻ തിരക്കഥ എഴുതുകയാണെന്നുള്ള കാര്യം ഉറപ്പാ. എന്താവോ എന്തോ. മോഹനേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ശരി. മോഹനേട്ടൻ 5 മിനിറ്റ് നേരത്തെ ആണല്ലോ. ഞാൻ കുറച്ച് വേഗത്തിലാണ് നടന്നത്. എന്തു പറ്റി? എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട്. നീ വേഗം ഒരു ചായ എടുക്ക. അത് കുടിച്ചിട്ട് വേണം ജോലി തുടരാൻ. എന്ത് ജോലി? അത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അറിയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാതെ തന്നെ നീ അത് അറിഞ്ഞുകൊള്ളും. അപ്പൊ നീ അറിഞ്ഞാ മതി. എന്റെ മോഹനേട്ടാ, ഇത്രയ്ക്ക് ബലമെടുത്തതിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യം എന്താന്നൊക്കെ ഞാൻ അറിഞ്ഞു. മോഹനേട്ടൻ ഏതോ ഒരു സിനിമയ്ക്ക് കഥ എഴുതുകയാണ് അല്ലേ? നീ അതെങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ വന്നു. അപ്പോഴേക്കും ഇതാണ് മോഹനേട്ടന്റെ കുഴപ്പം. ഒരു സന്തോഷമുള്ള കാര്യം ഉണ്ടായാൽ അത് എന്നെ ഒളിച്ചു വെക്കും. ഈ സംഭവം ഞാൻ അറിഞ്ഞ് എന്തായിരുന്നു മോഹന്റെ പ്രശ്നം? മോഹനേട്ടൻ വലിയ ആളാവുന്നല്ലേ എന്റെ സന്തോഷം. ഒരിക്കലുമല്ല. ഞാൻ നിന്നേക്കാൾ വലിയ ആളാകുന്നത് നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ഒരു വലിയ തിരക്കഥാകൃത്താകാൻ പോകുന്നു എന്നറിയുമ്പോൾ നിനക്ക് അസൂയ ഉണ്ടാകും. അപ്പൊ നീ എന്റെ ഏകാഗ്രത നശിപ്പിച്ച് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കും. സാറേ, ഉത്തമനാണല്ലോ. തിരക്കഥാകൃത്താകാൻ പോകുന്ന കാര്യം ഈ ഉത്തമൻ നാട്ടുകാരുടെ വല്ലതും പറഞ്ഞു വന്നു. അവസരങ്ങൾ വെച്ച് ഒരുപാട് പേര് വന്നിറങ്ങി. ഇപ്പൊ സുപ്രസിദ്ധ ചലച്ചിത്ര തിരക്കഥാകൃത്ത് കെ മോഹനകൃഷ്ണൻ സാർ. അയാൾ
സാറേ, അവനോട് പറഞ്ഞു. നമസ്കാരമുണ്ട് സാർ. കാര്യമൊക്കെ അറിഞ്ഞല്ലേ സാറ്? കാര്യമൊക്കെ അറിഞ്ഞല്ലോ. എന്തായാലും അല്ല, നമ്മൾ രാവിലെ സംസാരിച്ചില്ലേ? നമസ്കാരം. കാര്യം സാർ അറിഞ്ഞു കാണുമെന്ന് എനിക്ക് അറിയാം. ഉത്തമൻ വളച്ചു കിട്ടാത്ത കാര്യം പറയൂ. അല്ല, അത് പിന്നെ സാറേ, അതെ, ഈ സിനിമയ്ക്ക് കഥ എഴുതുന്ന കാര്യമാണെങ്കിൽ വളച്ചു കെട്ടാൻ നിൽക്കണ്ട. പറഞ്ഞു, സംഭവം ഞാൻ അറിഞ്ഞു പറഞ്ഞു. അല്ല, നമ്മുടെ ശേഖരൻകുട്ടിയുടെ കാര്യം സാർ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്ത് സാറേ, ശേഖരൻകുട്ടിയെ പോലീസ് പിടിച്ചു. സാറേ, അവന് സിനിമ സംവിധാനം ഒന്നും അല്ല പണി. ഓരോ തട്ടിപ്പും വെട്ടിപ്പും നടത്തി ജീവിക്കാണ് പണി. കൊച്ചിയിലെ ഒരുമാതിരി തരികട പരിപാടിയിലെല്ലാം ഇവ ഉണ്ട്. ബൈക്ക് മോഷണം, മാല പിടിച്ചു പറി, അങ്ങനെ പല പല കേസിലും പ്രതിയാണവൻ. ഇന്നലെ ഇവിടെ വന്നിട്ട് പോകുന്ന വഴി ചെറിയച്ഛന്റെ വീട്ടിൽ നിന്ന് 3 പന്റെ മാലയാണ് അടിച്ചോണ്ട് പോയത്. ആ കേസ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം വെളിയിലായത്. പിന്നെ വല്ലപ്പോഴും ഇവിടെ വരുമ്പോ ഇവിടെ ഉള്ളവരോട് സിനിമാക്കാരനാണ്, സംവിധായകനാണ് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടുകാരതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും. ഇതാണ് സംഭവം. എന്നാൽ സാറിന് ഭാഗ്യമുണ്ട്. അവരുമായിട്ട് കൂടുതൽ അടുത്തിരുന്നെങ്കിലേ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയനെ. കൃത്യസമയത്ത് ശേഖരൻകുട്ടിയെ പോലീസ് പൊക്കിയതുകൊണ്ട് സാർ രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. സാറേ, ഞാൻ വരട്ടെ. അതെ, സിനിമയ്ക്ക് കഥ എഴുതുന്ന കാര്യം നാട്ടുകാരോട് വല്ലവരോടും പറഞ്ഞായിരുന്നോ? രക്ഷപ്പെട്ടു. അപ്പൊ അത് നാണക്കേടാവില്ല. ഓ എന്റെ ഈശ്വര, നീ കൂടെ ഉള്ളോണ്ട് രക്ഷപ്പെട്ടു. കൂടെ നിന്നൊരു സംശയമുണ്ട്. എന്താ ഈശ്വരന്? ഇന്നലെ ഞാൻ ശേഖരൻകുട്ടിയെ വഴി വെച്ച് കണ്ടല്ലോ. കഥ എഴുതാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് താനും. പക്ഷേ ഞാൻ എഴുതിയാൽ ശരിയാവോ? സാർ എഴുതിയാലേ ശരിയാവൂ. ഇക്കാലത്തെ പ്രശസ്തരായ തിരക്കഥാകൃത്തുക്കളെല്ലാം ഇങ്ങനെയല്ലേ രംഗത്ത് വന്നത്? അത് ശരി. സാറിനെ ഞാൻ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ എഴുത്തുകാരനാക്കും. അല്ല, സാറിന് ദൈവവിശ്വാസം ഉണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ 1000 രൂപ ഇനി തന്നെ. ഈ ദൈവവിശ്വാസം രൂപം തമ്മിൽ എന്താ ബന്ധം? തമ്മിലല്ലേ ബന്ധം. നമ്മൾ സിനിമാക്കാർ എല്ലാ പ്രാവശ്യവും പോകുന്നൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു നേർച്ച കഴിച്ചാൽ പിന്നെ അടിക്കടി ഉയർച്ചയായിരിക്കും. ഇന്ന് തിരിച്ചു പോകുന്ന വഴിക്ക് സാറിന്റെ പേരിൽ ഞാൻ ആ നേർച്ച കഴിച്ചേക്കാം. അല്ല സാറേ, എന്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ടല്ല. അല്ല, നേർച്ചയുടെ ഗുണം സാറിന് കിട്ടണമെങ്കിൽ അത് സാറിന്റെ പൈസ ആയിരിക്കണം. അത് ശരിയാ. സാറ് പൈസ എടുക്ക്. എന്റെ സാറേ, തിരക്കഥാകൃത്തായാൽ പിന്നെ ലക്ഷങ്ങളല്ലേ പ്രതിഫലം. പേരും പ്രശസ്തിയും വേറെ. അതൊക്കെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോ 1000 രൂപയ്ക്ക് ഇങ്ങനെ പിശുക്കണോ? എന്നിട്ട് മോൻ 1000 രൂപ കൊടുത്തോ? കൊടുക്കാതെ ഒരു നല്ല കാര്യത്തിനല്ലേ കരുതി. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മോഹനേട്ട മുൻപിന്നെ ആലോചിക്കാതെ 1000 രൂപ കൊടുക്കാന്ന് വെച്ചാ? അയാള് പറഞ്ഞൊക്കെ സത്യമാണ്, ഞാൻ വിശ്വസിച്ചു. എന്താ വെച്ചിട്ടുണ്ട്? ശേഖരൻകുട്ടിക്കുള്ളത് പോലീസുകാർ കൊടുത്തോളും. ഇനി അത് കൈവച്ചോണ്ടിരിക്കണ്ട. 1000 രൂപ അവൻ പിടിച്ചു പറിച്ചൊന്നും അല്ലല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത് കൊടുത്തതല്ലേ. അനുഭവിച്ചാട്ടാ. ജന്മനാ പിശുക്കനായ വില്ലേജ് ഓഫീസർ ഒരാൾക്ക് 1000 രൂപ കൊടുക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ അത്ഭുതമാണ്. പക്ഷേ സിനിമാ കഥ എഴുതി ആളാകാനുള്ള വ്യഗ്രതയിൽ 1000 രൂപ വലിയ കാര്യമാക്കിയില്ല എന്നതാണ് സത്യം. നഷ്ടം 1000 രൂപയിൽ ഒതുങ്ങിയല്ലോ എന്ന് സമാധാനിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.